നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് പിടികൂടി. പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി പാലമൂട്ടിൽ മേലേതിൽ വീട്ടിൽ 29 വയസ്സുള്ള ഷാഹുൽ ഹമീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം. വ്യത്യസ്ത സംഭവങ്ങളിലായി 2 പേർ കുന്നംകുളത്ത് പിടിയിൽ. പുന്നിയൂർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിൽ, ചിറനല്ലൂർ കോന്നിക്കര വീട്ടിൽ 42 വയസ്സുള്ള സെബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ശ്രീജിൽ പെൺകുട്ടിയെ കലശമലയിൽ എത്തിച്ച് പീഡിപ്പിച്ചതായി കേസ്. സംഭവം പുറത്തറിഞ്ഞത് സ്കൂൾ അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന്. കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ അത്ലറ്റിക് മീറ്റ് സമാപനത്തിലേക്ക്. പോയിന്റ് നിലയിൽ തൃശൂർ വിമല കോളേജിന് ആധിപത്യം. 2ാം സ്ഥാനത്ത് തൃശൂർ ആൻഡോസ് അത്ലറ്റിക് അക്കാദമിയും 3ാമത് കരിക്കാട് അല്ലമീൻ സ്കൂളും. ഞായറാഴ്ച വൈകിട്ട് മേളയ്ക്ക് കൊടിയിറങ്ങും. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള കേച്ചേരി വടക്കാഞ്ചേരി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. കേച്ചേരി ജംഗ്ഷൻ മുതൽ സിറ്റി സെന്റർ ഓഡിറ്റോറിയം വരെയുള്ള 300 മീറ്റർ റോഡിലാണ് കട്ട വിരിക്കുന്ന പ്രവൃത്തി നടത്തുന്നത്. കട്ട വിരിക്കുന്നതിന് മുമ്പ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും കാന നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കഥാകൃത്ത് സലിം ഇന്ത്യ രംഗത്ത്. ക്ഷേത്രങ്ങളിൽ ഭക്തിപുരസരം ആയില്യപൂജ. മംഗല്യഭാഗ്യത്തിനും സന്താന ലബ്ധിക്കും സർപ്പദോഷ പരിഹാരത്തിനും നാഗപ്രീതിക്കുമായി ഭക്തർ ക്ഷേത്ര സന്നിധിയിലെത്തി. പാലുനൂറും നൽകൽ, അഭിഷേകങ്ങൾ, നിവേദ്യങ്ങൾ എന്നിവയും നടന്നു. വിശദമായ വാർത്തയിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന് നാടിന്റെ യാത്രാമൊഴി. അർജുനെ അവസാനമായി ഒരു നോക്കു കാണാൻ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അർജുനെ വാർത്തയിലൂടെ മാത്രം അറിഞ്ഞ് കാണാനെത്തിയവരാണ് ഇതിൽ ഏറെയും. അർജുന്റെ മൃതദേഹത്തിന് മുന്നിൽ പലരും നിറകണ്ണുകളോടെ നിന്നു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, MK രാഘവൻ MP, കാർവാർ MLA സതീഷ് സെയിൽ, അർജുനായി രക്ഷാപ്രവർത്തനം നടത്തിയ ഈശ്വർ മാൽപേ ഉൾപ്പെടെ നിരവധി പേർ അർജുന് അന്തിമോപചാരം അർപ്പിച്ചു. അർജുൻ ഏറെ ആഗ്രഹിച്ച് നിർമ്മിച്ച വീടിന് സമീപം ഒരുക്കിയ ചിതയിൽ മൃതദേഹം സംസ്കരിച്ചു. കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്രയ്ക്കു ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാവിലെ 11:20ഓടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് അർജുന്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തത്. 11:45ഓടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അർജുന്റെ സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട് 72 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി പാലമൂട്ടിൽ മേലേതിൽ വീട്ടിൽ 29 വയസ്സുള്ള ഷാഹുൽ ഹമീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഗസ്റ്റ് 9-ാം തീയതി ചൊവ്വന്നൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 2 കിലോ ഹാഷിഷ് ഓയിലും 150 ഗ്രാം MDMAയും പിടികൂടിയിരുന്നു. സംഭവത്തിൽ നിതീഷ്, മുഹമ്മദ് അൻസിൽ എന്നിവരെ സംഭവസ്ഥലത്ത് വെച്ചും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ രാഗിൽ എന്ന പ്രതിയെ കൂടി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും വാങ്ങി ചാവക്കാട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികൾ ലഹരി വസ്തുക്കളുമായി കുന്നംകുളം പോലീസിന്റെ പിടിയിലാകുന്നത്. തുടർന്ന് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് ഷാഹുൽ ഹമീദിനെക്കുറിച്ചുള്ള വിവരം അറിയുന്നത്. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഓഗസ്റ്റ് 9-ന് പിടിയിലായ പ്രതികൾക്ക് ഷാഹുൽ ഹമീദാണ് ഹാഷിഷ് ഓയിലും MDMAയും വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ഷാഹുൽ ഹമീദെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ, രഞ്ജിത്ത്, ഷിജിൽ പോൾ, രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ്, കുന്നംകുളം. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ വിടവാങ്ങി. 3 പതിറ്റാണ്ടു നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിൽ ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങി. 54 വയസ്സായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആഗസ്റ്റ് 2-ന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വൈകിട്ട് 3:30ഓടുകൂടിയായിരുന്നു അന്ത്യം. പിന്നീട് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കഴിഞ്ഞ മാസം കോഴിക്കോടെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പന്റെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്തിയിരുന്നു. കൂത്തുപറമ്പിൽ 1994 നവംബർ 25 നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്നാ നാഡി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ. കെ രാജീവൻ, KV റോഷൻ, വി മധു, സി ബാബു, ഷിബുലാൽ തുടങ്ങിയ നേതാക്കളാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു പുഷ്പന്റെ ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തു നിന്നും കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു. പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി പുഷ്പനെ കാണുവാനായി ചെഗുവേരയുടെ മകൾ അലിഡ ഉൾപ്പെടെയുള്ളവർ മേനപ്രയിലെ വീട്ടിലെത്തിയിരുന്നു. ജീവിക്കുന്ന രക്തസാക്ഷി വിടവാങ്ങുമ്പോൾ വികാരനിർഭരമായ യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് പാർട്ടി നേതൃത്വം. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള കേച്ചേരി വടക്കാഞ്ചേരി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. കേച്ചേരി ജംഗ്ഷൻ മുതൽ സിറ്റി സെന്റർ ഓഡിറ്റോറിയം വരെയുള്ള 300 മീറ്റർ റോഡിലാണ് കട്ട വിരിക്കുന്ന പ്രവൃത്തി നടത്തുന്നത്. 200 മീറ്റർ നീളത്തിൽ 30 ലക്ഷം രൂപ ചെലവഴിച്ച് കട്ടവിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളും വശങ്ങളിൽ കട്ടവിരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തിയുമാണ് ശനിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഓണത്തിന് മുൻപ് പ്രവൃത്തി ആരംഭിച്ചിരുന്നുവെങ്കിലും വ്യാപാരികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വരികയായിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാത്ത സാഹചര്യത്തിൽ CCTV വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മുതൽ ജോലി പുനരാരംഭിക്കുകയായിരുന്നു. റോഡ് നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി കേച്ചേരിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. പന്നിത്തടം വഴിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ റെന്നിൽ റോഡ് വഴി വടക്കാഞ്ചേരി റോഡിൽ പ്രവേശിച്ച് എരനെല്ലൂർ പള്ളി റോഡ് വഴി കേച്ചേരിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. വടക്കാഞ്ചേരി വഴിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങൾ എരനെല്ലൂർ പള്ളി റോഡ് വഴി തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കണം. കേച്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരി റോഡിലേക്കും പന്നിത്തടം റോഡിലേക്കും വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് എരനെല്ലൂർ പള്ളി റോഡ് വഴിയിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. റോഡ് നിർമ്മാണം ആരംഭിച്ച സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത എന്നിവർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. CCTV ന്യൂസ് കേച്ചേരി. കേച്ചേരി വടക്കാഞ്ചേരി റോഡ് കട്ട വിരിക്കുന്നതിന് മുൻപ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും കാന നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കഥാകൃത്ത് സലിം ഇന്ത്യ രംഗത്ത്. 30 ലക്ഷം രൂപ ചെലവഴിച്ച് 300 മീറ്റർ നീളത്തിൽ റോഡിൽ കട്ടവിരിക്കൽ പൂർത്തിയാക്കിയാൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും കച്ചവടക്കാർ അനധികൃതമായി ഫുട്പാത്ത് കയ്യേറിയതിനാൽ പൊതുജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും കാണിച്ച് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും സലിം ഇന്ത്യ പരാതി നൽകിയിരുന്നു. കളക്ടർക്ക് നൽകിയ പരാതിയിൽ കേച്ചേരി സെന്ററിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാതെ കട്ട വിരിക്കുന്നത് സംബന്ധിച്ചുള്ള പരാതിയിൽ അന്വേഷണം നടത്തി നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേച്ചേരി ജംഗ്ഷൻ മുതൽ സിറ്റി സെന്റർ ഓഡിറ്റോറിയം വരെയുള്ള ഭാഗത്താണ് കട്ട വിരിക്കുന്നത്. ഇവിടെ റോഡ് ഉയർത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ, തൃശ്ശൂർ ജില്ലാ കലക്ടർ, തൃശ്ശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD റോഡ് വിഭാഗത്തിന് അയച്ച കത്തിൻ്റെ പകർപ്പ് ബഹുമാനപ്പെട്ട കലക്ടർ അയച്ചു തന്നാണത്. ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കട്ട വിരിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ കട്ട വിരിക്കുമ്പോൾ മഴ പെയ്താലുള്ള വെള്ളം ഇങ്ങോട്ട് പോകും, സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കാൻ ഒരു PWD എഞ്ചിനീയർ ആവേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, 2 സൈഡിൽ കാന വേണം, വെള്ളം ഒഴിഞ്ഞു പോകണം. ഇവിടെ കാനയൊക്കെ പലരും തൂർത്തിരിക്കുകയാണ്. കച്ചവടക്കാരുടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കാനയൊക്കെ തൂർത്തിരിക്കുകയാണ്. അപ്പോൾ മാഡവുമായി സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞത് കട്ടയുടെ താഴത്തേക്ക് ഒഴുകി പോകുന്നു. കട്ടയുടെ താഴെ റോഡാണ്, എങ്ങനെ ഒഴുകി പോകാനാണ്? മണ്ണാണ്. ഇപ്പോൾ കോറിപ്പൊടി ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ കട്ട വിരിക്കുമ്പോൾ വെള്ളം അടിയിലേക്ക് പോകാം. ഇവിടെ എവിടെ ഒഴുകി പോകാനാണ്? ഒരു പരിധി കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ വീണ്ടും മുഴുവൻ കുളമാവും. അപ്പോൾ ഈ കൊട്ട വിരിച്ചുകൊണ്ട് എന്താ കാര്യം? ഈ പൈസ മുഴുവൻ പോകല്ലേ, പൊതുജനങ്ങളുടെ പൈസ മുഴുവൻ പോകല്ലേ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് പുന്നേർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെൺസുഹൃത്ത് വഴി പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ച പ്രതി കലശമലയിൽ കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതോടെ അധ്യാപകർ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. കേച്ചേരി സ്വദേശി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. ചിറനെല്ലൂർ കോന്നിക്കര വീട്ടിൽ 42 വയസ്സുള്ള സെബിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിരവധി തവണ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയെ തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. കുട്ടി ബന്ധുക്കളോട് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നതിന് അതിർത്തി നിർണയിച്ച് കല്ലിടാൻ തീരുമാനിച്ചു. സാമൂഹിക പ്രത്യാഘാത പഠനത്തിന്റെ ഭാഗമായി പൊതു അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനായി NK അക്ബർ MLA അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ സ്ഥല ഉടമകളും വ്യാപാരികളും വിവിധ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കണമെന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഏറ്റെടുക്കുന്ന ഭൂമി എന്തിനു വേണ്ടിയാണെന്ന് ദേവസ്വം വ്യക്തമാക്കണമെന്നും ആവശ്യമുയർന്നു. വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് എന്ന് സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ, ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ TG ബിന്ദു, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് CD ജോൺസൺ, TN മുരളി, രമേശ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ അത്ലറ്റിക് മീറ്റ് സമാപനത്തിലേക്ക്. പോയിന്റ് നിലയിൽ തൃശൂർ വിമല കോളേജിന് ആധിപത്യം. ആകെയുള്ള 168 മത്സര ഇനങ്ങളിൽ 57 എണ്ണം പൂർത്തിയായപ്പോൾ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 169 പോയിന്റ് നേടി തൊട്ടടുത്ത സ്ഥാനക്കാരെ ബഹുദൂരം പിന്നിലാക്കിയാണ് വിമലയുടെ കുതിപ്പ്. 53 പോയിന്റോടെ തൃശൂർ ആൻഡോസ് അത്ലറ്റിക് അക്കാദമി 2ാം സ്ഥാനത്തും 34 പോയിന്റോടെ കരിക്കാട് അല്ലമീൻ സ്കൂൾ 3ാം സ്ഥാനത്തുമാണ്. 42 ക്ലബ്ബുകളിൽ നിന്നായി 900 അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 14-16 വയസ്സ് വിഭാഗങ്ങളിൽ 8 ഇനങ്ങളിലും 18-20 വയസ്സുകളിലെ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 23 ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് മേളയ്ക്ക് കൊടിയിറങ്ങും. കടങ്ങോട് പഞ്ചായത്തിലെ 18ാം വാർഡിൽ വയൽ നികത്തുന്നതിനെതിരെ കർഷക സംഘം പന്നിത്തടം മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. പന്നിത്തടം ചിറമനേങ്ങാട് റോഡിൽ ചാക്കാട് തോട് പരിസരത്തുള്ള കൃഷിഭൂമിയാണ് നികത്തിയിട്ടുള്ളത്. ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള മണ്ണുപയോഗിച്ചാണ് തണ്ണീർത്തട നികത്തൽ നിരോധന നിയമം ലംഘിച്ച് വയൽ നികത്തിയത്. ഇതിൽ വൻ സാമ്പത്തിക അഴിമതിയുണ്ടെന്നും വാർഡ് മെമ്പറും ഭർത്താവായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മറുപടി പറയണമെന്നും കർഷക സംഘം പന്നിത്തട മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് MK ശശിധരൻ അധ്യക്ഷനായി. K ചന്ദ്രശേഖരൻ, K പ്രഭാകരൻ, CM അഷ്റഫ്, PP തോമസ്, NM സത്യൻ, CA ശരത്ത് എന്നിവർ നേതൃത്വം നൽകി. ഹമീദ് പന്നിത്തടം സ്വാഗതവും NV വിൽസൺ നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, ഈ ഏത് പദ്ധതി നടക്കുമ്പോഴും ആ പ്രദേശത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ പങ്കാളികളാവാം. അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒത്താശയോടെ കൂടിയിട്ടാണ് ജൽജീവൻ മിഷൻ്റെ ഈ മണ്ണ് ഇവിടെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ബോധപൂർവമായിട്ടുള്ള ശ്രമം. ഇതിൻ്റെ ബാക്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള അഴിമതി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. 2008 തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ മണ്ണ് നികത്തിയിരിക്കുകയാണ്. ഈ മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യണം എന്നാണ് കർഷക സംഘത്തിൻ്റെ പന്നിത്തട മേഖലാ കമ്മിറ്റിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് മാറ്റുന്നവരെ ഇതിൻ്റെ നിയമപരമായിട്ടും പ്രക്ഷോഭങ്ങളും സഹിച്ചുകൊണ്ട് ലോക ടൂറിസം ദിനാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് ബീച്ച് DMCയുടെ നേതൃത്വത്തിൽ ചിത്രരചന മത്സരവും ബീച്ച് ശുചീകരണവും സംഘടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ലോഫി രാജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സെമിനാറും നടത്തി. മണത്തല GFUP സ്കൂളിലെ കുട്ടികൾക്ക് കടലിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് ബോധവൽക്കരണം നൽകി. ചിത്രരചന മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. DMC മാനേജർ അരുൺ നന്ദി പറഞ്ഞു. 7 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നവീകരിച്ച കടവല്ലൂർ തിപ്പലശ്ശേരിയിലെ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാരിക, വാർഡ് മെമ്പർ MH ഹക്കിം, ഡോക്ടർ സാം എബ്രഹാം, ആശുപത്രി ജീവനക്കാരായ ആതിര, വിനോദ്, ഉഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 8 മാസത്തിന് ശേഷമാണ് മൃഗാശുപത്രി വീണ്ടും സജീവമാകുന്നത്. നവീകരണത്തിനു വേണ്ടി കെട്ടിടം പൊളിച്ചതോടെ മൃഗങ്ങളെ കെട്ടാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത 2 കടമുറികൾ വാടകയ്ക്കെടുത്തായിരുന്നു പ്രവർത്തനം.
പെരുമ്പിലാവ്, ആൽത്തറ, മുല്ലപ്പള്ളിക്കുന്ന്, തിപ്പിലിശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ നൂറുകണക്കിന് പേരാണ് ഈ മൃഗാശുപത്രിയെ ആശ്രയിക്കുന്നത്. അതേസമയം നവീകരിച്ച മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും CPIയെ മാറ്റി നിർത്തിയതിൽ കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ പ്രതിഷേധിച്ചു. ചൊവ്വലൂരിൽ നിയന്ത്രണം വിട്ട സ്കോർപിയോ വാഹനം കടയിലേക്ക് ഇടിച്ചുകയറി. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ചൊവ്വലൂർ സെന്ററിലെ ടൈലറിംഗ് ഷോപ്പിലേക്കാണ് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനം ഇടിച്ചുകയറിയത്. പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച സ്കോർപിയോ വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം. ഇടിയുടെ ആഘാതത്തിൽ സ്ഥാപനത്തിന്റെ ചില്ല് ഭാഗികമായി തകരുകയും മുൻഭാഗത്തെ ഇരുമ്പ് തൂണ് വളയുകയും ചെയ്തു. കാറിന്റെ മുൻവശം തകർന്ന നിലയിലാണ്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാഹനം പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി. ജൽജീവൻ പദ്ധതിക്ക് പൊളിച്ച റോഡുകൾ ഒടുവിൽ ടാറിംഗ് നടത്തി. പഴഞ്ഞി പള്ളിക്ക് മുൻവശം പഴഞ്ഞി IHDP റോഡ്, മസ്ജിദ് റോഡ് എന്നിവിടങ്ങളിലാണ് ടാറിംഗ് നടത്തിയത്. എന്നാൽ കാട്ടകമ്പൽ, അമ്പലനട, IHDP റോഡ്, പെരുന്തുരുത്തി റോഡ് എന്നിവിടങ്ങളിൽ പൈപ്പിട്ട ഭാഗത്ത് ടാറിംഗ് നടത്തിയിട്ടില്ല. വർഷം മുമ്പാണ് ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് റോഡരികിൽ കുഴിയെടുത്തത്. പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടുക മാത്രമാണ് ചെയ്തത്. ഈ ഭാഗങ്ങളിൽ കുഴിയായതോടെ മെറ്റലും കോറിപ്പൊടിയും ഇട്ട് അധികൃതർ പിൻവാങ്ങി. മഴയിൽ മെറ്റൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ പൈപ്പിട്ട ഭാഗത്ത് വീണ്ടും കുഴിയായി. ഇതോടെ ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതം ദുരിതമായി മാറി. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ അധികൃതർ ടാറിംഗ് നടത്തുകയായിരുന്നു. പൈപ്പിടാനായി പൊളിച്ച മറ്റു റോഡുകളും അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരി യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മാവിൻ ചുവട്ടിൽ നിർമ്മിച്ച മിനി മാസ്ലൈറ്റ് നാടിന് സമർപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് TN പ്രതാപന്റെ സാന്നിധ്യത്തിൽ പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സ്വിച്ച് ഓൺ നിർവഹിച്ചു. പഞ്ചായത്ത് 5-ാം വാർഡ് മാവിൻ ചുവട് കൊറച്ചനാട്ട് ഭഗവതി ക്ഷേത്രത്തിന് മുൻവശമാണ് മിനി മാസ്ലൈറ്റ് സ്ഥാപിച്ചത്. 1,78,500 രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടത്തിയത്. ചടങ്ങിൽ വാർഡ് മെമ്പർ അബു താഹിർ സ്വാഗതവും രാജേഷ് പാഴിയൂർ നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തൻകുളം റോഡ് അപകടക്കെണിയായി മാറിയതായി നാട്ടുകാർ. മേഖലയിലെ റോഡിന്റെ വീതി കുറവും വളവുമാണ് പതിവ് അപകട കേന്ദ്രമായി മേഖലയെ മാറ്റുന്നത്. റോഡ് പുതുക്കി പണിത ശേഷമുള്ള വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളും ടോറസ് വാഹനങ്ങളും ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഇതുവഴി തൃശൂരിലേക്കും മെഡിക്കൽ കോളേജിലേക്കുമായി പോകുന്നത്. കഴിഞ്ഞ ദിവസം കോഴിലോടുമായി വന്ന ലോറി നിയന്ത്രണം വിട്ട് വീടിനു മുകളിലും കടമുറിയും ഇടിച്ച് സമീപത്തെ കളവർട്ട് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നിരുന്നു. സമീപത്തെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കാനയുടെ അകലം മാത്രമേയുള്ളൂ. വലത്തോട്ട് 4 അടി മാത്രമുള്ള നീർച്ചാല് പോലുള്ള ആനക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന റോഡുമുണ്ട്. അതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ വ്യാപ്തി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. 2 വർഷം മുമ്പ് നിയന്ത്രണം വിട്ട ബൈക്ക് ടിപ്പർ ലോറിയിൽ ഇടിച്ച് ഒരു വിദ്യാർത്ഥി മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനും അപായ സൂചനാ ബോർഡ് സ്ഥാപിക്കാനും അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്പീഡ് കൂടുതലാണ്. വാഹനങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ലാത്ത പോലെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തിരിയുന്നതും ശ്രദ്ധ വരുന്നില്ല ആൾക്കാർക്ക്. ഇത് ഇങ്ങോട്ട് തിരിയുമ്പോഴും ആ വരുന്ന സ്പീഡാണ്. ഇവിടുന്ന് മുഴുവൻ തൃശ്ശൂർ പോകുന്ന വണ്ടികളൊക്കെ ഇതിലെ വരുന്നു. മന്ത്രിമാരും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പോലീസ് ഓഫീസേഴ്സും ഒക്കെ ഇതിലെ അവിടെ ടോർച്ച് ഇടിച്ചതും ഇവിടെ ലോറി മറിഞ്ഞതും ഇവിടെ ഇടിച്ച് പിന്നെ സ്കൂട്ടറിന്റെ രാവിലെ സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. ചാവക്കാട് ഉപജില്ല ഗണിത ക്വിസ് മത്സരത്തിൽ ക്രമക്കേട് നടന്നതായി ആക്ഷേപം. പഞ്ചായത്ത് അംഗം പരാതി നൽകി. ഗണിത ക്വിസ് മത്സരത്തിൽ അപാകത നടന്നതായാണ് പരാതി ഉയർന്നത്. വ്യാഴാഴ്ച രാവിലെ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ മന്ദലാംകുന്ന് GFUP സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മാനസിക പീഡനം നേരിട്ടതായി ചൂണ്ടിക്കാട്ടി ഇൻവിജിലേറ്റർമാർ നടത്തിയ ക്രമക്കേടിലും പക്ഷപാതപരവും വിദ്യാർത്ഥി വിരുദ്ധവുമായ നടപടിയിലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നയൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്ദലാംകുന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അധികൃതർക്കും പരാതി നൽകി. ചാവക്കാട് ഉപജില്ലാ ഗണിത ക്വിസ് മത്സരത്തിൽ LP വിഭാഗത്തിൽ മന്ദലാംകുന്ന് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ വിദ്യാർത്ഥിക്കാണ് 1-ാം സ്ഥാനം ലഭിച്ചത്. UP വിഭാഗത്തിൽ മത്സരം സമാപിച്ചപ്പോൾ അതേ വിദ്യാലയത്തിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് 10 മാർക്കും മറ്റൊരു കുട്ടിക്ക് 8 മാർക്ക്, 3-ാം സ്ഥാനത്തിന് 5 മാർക്ക് എന്ന രീതിയിൽ സ്കോർ ബോർഡിൽ കുട്ടികളുടെ നമ്പറുകൾക്ക് നേരെ പൊസിഷൻ രേഖപ്പെടുത്തുകയും മത്സരം അവസാനിച്ചതായി കരുതിയ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി 3-ാം സ്ഥാനത്തിന് 2 അവകാശികൾ വന്നതോടെ പോയിന്റ് നിലയിൽ മുന്നിലെത്തിയ 5 കുട്ടികളെ വെച്ച് വീണ്ടും മത്സരം നടത്തുകയായിരുന്നുവെന്ന് പറയുന്നു. 1-ാം സ്ഥാനത്തെത്തിയ കുട്ടി തട്ടത്തിന്റെ മറവിൽ നിയമലംഘനം നടത്തിയെന്നാണ്
എസ്കോട്ട് അധ്യാപികയ്ക്ക് ലഭിച്ച വിശദീകരണമെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കുട്ടിയെ അകാരണമായി ചോദ്യം ചെയ്ത് മാനസികമായി തളർത്തിയെന്നാണ് ആക്ഷേപം. 10 മാർക്ക് ലഭിച്ച മന്നലാംകുന്ന് സ്കൂളിലെ വിദ്യാർത്ഥിയെ നിരന്തരം ഹറാസ്മെൻറ്റ് ചെയ്യുകയും ആ കുട്ടി സമയം കഴിഞ്ഞും ആൻസർ എഴുതിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടിക്ക് 10 മാർക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി. ക്വിസ് മാസ്റ്റർ പറഞ്ഞത് ആ കുട്ടി തട്ടത്തിൻ്റെ മറയത്ത് കോപ്പി അടിക്കുന്ന ഒരു രീതി ഉണ്ടായി എന്നാണ്. ഇത്തരത്തിലുള്ള വല്ല രീതിയും ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ സമയത്ത് തന്നെ വാൺ ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മത്സരം അവസാനിച്ച് സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു സമീപനം എടുക്കുന്നത് അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതോടെ ആദ്യം ഒന്നാമതെത്തിയ കുട്ടിക്ക് പിന്നീട് നടത്തിയ മത്സരത്തിൽ 1 മാർക്ക് പോലും നേടാനാകാതെ വന്നു. ചാവക്കാട് ഉപജില്ലയിൽ സ്ഥിരമായി മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന കോക്കസ് പ്രവർത്തിക്കുന്നു എന്നും പരാതിയുണ്ട്. സയൻസ് ക്വിസ് മത്സരത്തിൽ UP വിഭാഗത്തിൽ പങ്കെടുത്ത് 11 സ്കോർ നേടി ഏറ്റവും മുന്നിലെത്തിയ മറ്റൊരു കുട്ടിയെ ഓരോ അക്ഷരത്തെറ്റിനും 1/2 മാർക്ക് കുറച്ച് 6.5 മാർക്കിൽ എത്തിച്ച് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ വിചിത്രമായ വിധിക്കും വ്യാഴാഴ്ച ഉപജില്ലാ മത്സരവേദി സാക്ഷിയായതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കഴിഞ്ഞ വർഷം LSS പരീക്ഷയിൽ 63 മാർക്ക് നേടി വിജയിച്ച മന്നലാംകുന്ന് GF UP സ്കൂളിലെ വിദ്യാർത്ഥിനിക്കുണ്ടായ ദുരനുഭവത്തിന് കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുന്നയൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്നലാംകുന്ന് പരാതി നൽകിയത്. മാത്രമല്ല, ഞാൻ അറിഞ്ഞത് 60 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ 60 കുട്ടികളെയും ഒരൊറ്റ ക്ലാസ് റൂമിൽ കുത്തിത്തിരിക്കൊണ്ടാണ് മത്സരം നടത്തിയത്. മത്സരം നടത്താവുന്നതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 8 മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥി പഠിക്കുന്ന വൈലത്തൂർ സെൻറ്റ് ജോസഫ് UP സ്കൂളിലെ അധ്യാപകനാണ് ക്വിസ് മാസ്റ്ററായിട്ട് വന്നത് എന്നുള്ളതാണ്. മാർഗരേഖ പ്രകാരം അതത് സബ് ജില്ലയിലെ അധ്യാപകർ ഒരു കാരണവശാലും ക്വിസ് മാസ്റ്ററായിട്ടോ ഇൻവിജിലേറ്റേഴ്സായിട്ടോ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായി അപലപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിക്ക് പുറമെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് പുന്നയൂർകുളം. സ്വച്ഛതാ ഹി സേവ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ തെരുവ് ചിത്രരചനയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഫ്ലാഷ് മോബും നടത്തി. AKG കവാടത്തിന് മുൻവശത്തുള്ള സ്വച്ഛതാ സ്ക്വയറിൽ പ്രത്യേകം സജ്ജീകരിച്ച നീളൻ ക്യാൻവാസിൽ ചിത്രകാരന്മാരായ ഗായത്രി, ജെയ്സൺ ഗുരുവായൂർ, ജ്യോതിബസ്, മനോജ് മുരളി തുടങ്ങിയവർ ചിത്രരചന നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, AS മനോജ്, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരുവ് ചിത്രരചനയ്ക്ക് ശേഷം കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ശുചിത്വ സന്ദേശം വിളിച്ചോതിയ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. സംസ്ഥാന പാതയിൽ പാറയമ്പാടം അഗതിയൂർ വില്ലേജ് റെസ്റ്റോറന്റിന് മുന്നിലെ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 വർഷം. ഇതോടെ റോഡും തകർന്ന അവസ്ഥയിലാണ്. പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചു പോകുന്ന കുഴിയിൽ നാട്ടുകാർ അപായ സൂചന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പരിസരവാസികളായ നാട്ടുകാരും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പ്രശ്ന പരിഹാരമായില്ല. പൊട്ടിയ പൈപ്പ് മാറ്റി പുതിയത് പുനഃസ്ഥാപിക്കുകയും തകർന്ന റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്യണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ്, സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ PA ഷഹീദ് എന്നിവർ സംസാരിച്ചു. ഖുറാൻ സ്റ്റഡി സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിൽ ആയാത്ത് ദർസെ ഖത്മുൽ ഖുറാൻ സമ്മേളനം നടക്കും. മലയാളത്തിലെ സമ്പൂർണ്ണ ഓൺലൈൻ ഖുറാൻ പഠന പദ്ധതിയിലെ പഠിതാക്കളായ 6000-ലധികം പേർ പങ്കെടുക്കുന്ന ഖുറാൻ പഠിതാക്കളുടെ സംഗമ സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ P മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി അധ്യക്ഷത വഹിക്കും. പുതിയ ബാച്ചിന്റെ പ്രഖ്യാപനം ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര ശൂറാ അംഗം MI അബ്ദുൽ അസീസ് നിർവഹിക്കും. സമ്മേളനത്തിൽ ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് കേരള സെക്രട്ടറി VH അലിയാർ കാസിമി മുഖ്യപ്രഭാഷണം നടത്തും. പ്രബോധനം വാരിക മുൻ എഡിറ്റർ TK ഉബൈദ്, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് CV ജമീല, ആയാത്ത് ദർസെ ഖുറാൻ ഫാക്കൽറ്റികളായ ബഷീർ മുഹീദ്ദീൻ, നാസർ അബ്ദുള്ള ചെറുകര, EM മുഹമ്മദ് അമീൻ, ഹാഷിം ഹദ്ദാദ് തങ്ങൾ, മാലിക് ഷിബാസ് എന്നിവർ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 10 ആരംഭിക്കുന്ന സമ്മേളനം വൈകിട്ട് 4 മണിയോടെ സമാപിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ KK ഷാനവാസ് അറിയിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്.
ചിറമനങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സർഗോത്സവം 2024 പ്രശസ്ത യുവ എഴുത്തുകാരനും അന്തർദേശീയ ടാഗോർ അവാർഡ് ജേതാവുമായ വിഷ്ണു കിടങ്ങൂർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി 5ഓളം വേദികളിൽ 1000ഓളം വിദ്യാർത്ഥികൾ കലാമേളയിൽ മാറ്റുരച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും നടത്തി. ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങിൽ സ്കൂൾ മാനേജർ RM ബഷീർ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, പ്രിൻസിപ്പൽ PM ഹംസ, വൈസ് പ്രിൻസിപ്പൽ രാജീവ് പ്രകാശ്, PTA മെമ്പർ അഷ്റഫ്, ഹയർ സെക്കൻഡറി മേധാവി ലുക്മാൻ, സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണപ്രിയ, പ്രോഗ്രാം കൺവീനർമാരായ ഷനിൽ മാധവ്, നൌഷാദ് എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് 2ാം വാർഡിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ആരോഗ്യ ബോധവൽക്കരണം സംബന്ധിച്ച് മുഖാമുഖം സംഘടിപ്പിച്ചു. സ്ത്രീകൾ നേരിടുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ചും മികച്ച ചികിത്സകളെക്കുറിച്ചും പ്രശസ്ത സ്ത്രീരോഗ വിദഗ്ധയും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ റോസ്ലിൻ സംസാരിച്ചു. 2ാം വാർഡ് മെമ്പർ PN അനിൽ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ UHID കാർഡ് നിർമ്മാണം തുടങ്ങി സാംക്രമിക രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജേഷ് ക്ലാസ് നയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വസന്ത, ആശാ വർക്കർ ഷെൻസി സെബാസ്റ്റ്യൻ, വേലൂർ JPHN റിനി, ജിൻസി വെള്ളാറ്റഞ്ഞൂർ, വികസന സമിതി പ്രസിഡന്റ് വേണു ഐക്കര, ജാഗ്രതാ സമിതി കൺവീനർ സലോമി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ നടുപുറി പ്രദേശത്തെ CPM കൊടിക്കാലും ബോർഡും തല്ലിത്തകർത്തു. മുൻകാലങ്ങളിൽ സംഘർഷബാധിത പ്രദേശമായിരുന്ന കാട്ടകമ്പൽ കുറച്ചുകാലമായി സമാധാന അന്തരീക്ഷത്തിലാണെന്നും ഇപ്പോൾ നാട്ടിലെ സ്വൈരജീവിതം തകർത്ത് സംഘർഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും ബ്രാഞ്ച് സെക്രട്ടറി KK വിശ്വനാഥൻ, കമ്മിറ്റി അംഗം TC ചെറിയാൻ എന്നിവർ പറഞ്ഞു. യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ കിടക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇന്ന് ഇപ്പോൾ പുലർച്ചെ വന്ന് നോക്കുമ്പോൾ ബോർഡുകൾ നശിപ്പിച്ച രീതിയിൽ കാണുകയാണ്. ഇവിടെ ഒരു വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ഈ പ്രദേശത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി സാമൂഹ്യ ദ്രോഹികൾ ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അതിനെ പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. ലോക അൽഷിമേഴ്സ് മാസാചരണത്തിനോടനുബന്ധിച്ച് സ്മൃതിപദം ഡിമെൻഷ്യ ഡേ കെയർ സെന്ററും കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും സംയുക്തമായി ഡിമെൻഷ്യ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. സ്മൃതിപദം ഡിമെൻഷ്യ ഡേ കെയർ സെന്ററും കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും കൈകോർത്തുകൊണ്ട് നഗരത്തിൽ ബോധവൽക്കരണ റാലിയിൽ നിരവധി പേർ അണിചേർന്നു. കുന്നംകുളം ASI KR രമേശ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ബോധവൽക്കരണ പ്ലക്കാർഡുകളും ലഘുലേഖകളുമായി ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡിലെത്തി സമാപിച്ചു. ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ ലഘുലേഖകൾ വിതരണം ചെയ്തു. റാലിക്ക് ശേഷം ഡിമെൻഷ്യ തൃശൂർ ജില്ലാ കോർഡിനേറ്ററും സോഷ്യൽ വർക്കറുമായ OP സുരേഷ് കുമാർ ബോധവൽക്കരണ സന്ദേശം നൽകി. വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ബോധവൽക്കരണ സന്ദേശമടങ്ങിയ ഡിമെൻഷ്യ സ്ട്രീറ്റ് പ്ലേയും ശ്രദ്ധേയമായി. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർമാരായ TK അരുണോദയ, അനീഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. സാമൂഹ്യനീതി വകുപ്പ് കുന്നംകുളം സ്മൃതിപദം ഡിമെൻഷ്യ കെയർ സെന്റർ ലോക അൽഷിമേഴ്സ് മാസാചരണത്തിനോടനുബന്ധിച്ച് മെമ്മറി ക്ലിനിക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മെമ്മറി ക്ലിനിക്കിൽ സൗജന്യ മറവി രോഗ പരിശോധനയും പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനകളും നടന്നു. കുടുംബ പരിചാരകർക്ക് സ്വയം എങ്ങനെ മറവി രോഗബാധിതരുടെ സ്വഭാവ പ്രശ്നങ്ങളെ പരിഹരിക്കാം എന്ന വിഷയത്തിൽ സ്ഥാപനത്തിലെ ഡിമെൻഷ്യ കെയർ സോഷ്യൽ വർക്കറും അഡ്മിനിസ്ട്രേറ്ററുമായ OP സുരേഷ് കുമാർ ക്ലാസ് നയിച്ചു. പുന്നൂർകുളം പരൂർ പടവ് കോൾകൃഷി കമ്മിറ്റി വാർഷിക പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗത്തിൽ പടവ് പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. AT അബ്ദുൾ ജബ്ബാർ, പുന്നൂർകുളം കൃഷിഭവൻ ഇൻചാർജ് ഓഫീസർ ഗംഗാദത്തൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സബീന, കോൾപടവ് ട്രഷറർ ശശിധരൻ, അബ്ദുൾ ഷുക്കൂർ കോറോത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. 2024-25 വർഷത്തിൽ പുഞ്ചകൃഷി ഇറക്കുവാൻ പൊതുയോഗം തീരുമാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 8:30 ഉപ്പുങ്ങൽ പടവ് പരിസരത്ത് മത്സ്യലേലം നടക്കും. അക്കിക്കാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ തുടങ്ങി. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടായി. രാത്രി ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 8:30 കുർബാന, ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും. പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവയും ഉണ്ടാകും. പെരുന്നാളിന് വികാരി ഫാദർ CM എഡ്വി, കൈസ്ഥാനി MP സണ്ണി, സെക്രട്ടറി M ഷോജിൻ ജോസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും.
ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കുന്നംകുളം സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ, റാന്നി, പെരുന്നാട് ബദനി ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളിൽ ലീഗൽ സ്റ്റഡീസ് ഫോറം ഉദ്ഘാടനവും സെമിനാറും സംഘടിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ച യോഗം ബദനിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ബദനിയുടെ നിയമോപദേശകനുമായ അഡ്വക്കേറ്റ് P. ജോഫി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ പ്രിൻസിപ്പൽ C. ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ CL ജോഷി രാംദാസ്, ബദാനിയ ഫിനിഷിംഗ് സ്കൂൾ കോർഡിനേറ്റർ ഭൈമി തരിയൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ ചേർന്ന് അഡ്വക്കേറ്റ് ജോഫി ജോർജിനെ ആദരിച്ചു. അധ്യാപകരായ സൗമ്യ ടെൻസി, റീബ, മിജു, ഷീജ AK എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 28 ലോക വാർത്താ ദിനം. കനേഡിയൻ ജേർണലിസം ഫൗണ്ടേഷന്റെയും വേൾഡ് എഡിറ്റേഴ്സ് ഫോറത്തിന്റെയും നേതൃത്വത്തിൽ ആചരിക്കുന്ന ലോക വാർത്താ ദിനത്തിന്റെ ഈ വർഷത്തെ ആപ്തവാക്യം സത്യം തെരഞ്ഞെടുക്കുക എന്നതാണ്. വിശ്വസനീയമായ വാർത്തകളും വിവരങ്ങളും നൽകുന്നതിൽ പത്രപ്രവർത്തകർ വഹിക്കുന്ന പങ്കിലേക്ക് പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള ആഗോള സംരംഭമാണ് ലോക വാർത്താ ദിനം. മാധ്യമപ്രവർത്തനമെന്നാൽ ജനനന്മയ്ക്കായുള്ള പൊതുപ്രവർത്തനമാണെന്നും വ്യവസ്ഥിതികൾക്കെതിരെ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള സത്യാന്വേഷണമാവണമെന്നുള്ളതാണ് ദിനാചരണത്തിന്റെ സന്ദേശം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സെൻസേഷണൽ വാർത്താ സംസ്കാരം പലപ്പോഴും വസ്തുതകളെ മറയ്ക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന വ്യാജവാർത്താ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ സുതാര്യതയ്ക്കും ഉത്തരവാദിത്വ മാധ്യമപ്രവർത്തനത്തിനും വേണ്ടി സത്യം തിരഞ്ഞെടുക്കുക എന്ന ലോക വാർത്താ ദിനം മാധ്യമപ്രവർത്തകരെയും പൗരന്മാരെയും ഓർമ്മിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വികാസം അനുനിമിഷം സംഭവിക്കുന്ന കാലത്ത് മാധ്യമപ്രവർത്തനം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എല്ലാം ഓൺലൈനാകുന്ന കാലത്ത് ഈ രംഗത്തിന്റെ സാധ്യതകളിലേക്കും പരമ്പരാഗത മാധ്യമപ്രവർത്തനം ഊന്നൽ നൽകുന്നുണ്ട്. മറ്റൊന്ന് മാധ്യമപ്രവർത്തകർ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ആയിരക്കണക്കിന് ജേർണലിസ്റ്റുകളാണ് പ്രതിവർഷം കൊല്ലപ്പെടുന്നത്. സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയപരമായും നാലാം തൂണുകാരെ വേട്ടയാടുന്ന പ്രവണതയും വർദ്ധിക്കുന്നുണ്ട്. മൂർത്തമായ ഈ സാഹചര്യങ്ങൾക്ക് നടുവിലും നേരോടെ നീതിപക്ഷത്തു നിന്ന് വാർത്ത നൽകുന്നവരാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർ. ന്യൂസ് ഡെസ്ക് CCTV. പഴഞ്ഞി ചിറ്റന്താഴം കോൾപ്പടവിൽ പമ്പിംഗ് തുടങ്ങി. പടവ് കമ്മിറ്റി പ്രസിഡന്റ് KM മുഹമ്മദ് ഹനീഫ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സെക്രട്ടറി AY ഹമീദ്, വൈസ് പ്രസിഡന്റ് KM റസാഖ്, ട്രഷറർ ദിവാകരൻ, കർഷകരായ കുഞ്ഞുമോൻ, മോഹൻദാസ് വള്ളിക്കാട്ടിരി, അനിൽ P. മാത്യു, കോൺട്രാക്ടർ ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി. 220 ഏക്കറുള്ള കോൾപ്പടവിൽ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്യുന്നത്. 40-30 HP മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. നവംബറിൽ ഞാറുനടയിൽ പൂർത്തിയാക്കി ഏപ്രിൽ മാസത്തോടെ കൊയ്ത്ത് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. അമല ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും വേലൂർ പഞ്ചായത്തും സംയുക്തമായി സ്തന ഗർഭാശയ ക്യാൻസർ നിർണയ ക്യാമ്പും സൗജന്യ പാസ്മിയർ പരിശോധനയും നടത്തി. ബെഡ്സ് സ്കൂളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ നിത്യ സ്തന ഗർഭാശയ ഗള അർബുദങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ ജിറ്റു ജോയ്, ആതിര, വേലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫറൂഖ്, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ വസന്ത എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാപ്സ്മിയർ പരിശോധനയും നടന്നു. തൃശൂർ അതിരൂപതയിലെ ഇടവക വൈദികരിൽ ഏകധന്യനായ വൈദികൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 68ാം ശ്രാദ്ധാചരണം ഒക്ടോബർ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ നടക്കും. ചൊവ്വാഴ്ച രാവിലെ 6:30 നവനാൾ തിരുകർമ്മങ്ങളുടെ ഉദ്ഘാടനം തൃശൂർ ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കുന്നംകുളം സെന്റ് ജോർജ് ആശ്രമത്തിലെ പ്രിയോർ ഫാദർ വിജു കോലങ്കണ്ണി CMI കാർമ്മികനാകും. തുടർന്ന് 13 മണിക്കൂർ ആരാധനയ്ക്ക് ചൊവ്വന്നൂർ ജോൺ നിവാസിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് 1:45 20ാമത് ഊക്കൻ സ്മാരക സമിതി അഖില കേരള ചിത്രരചനാ മത്സരം ചൊവ്വന്നൂർ സെന്റ് തോമസ് പാരിഷ് ഹാളിൽ ഫാദർ അജിത് ചിറ്റ്ലപ്പിള്ളി ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലിൻസൺ ചിങ്ങിനിയാടൻ CST കാർമ്മികനാകും. തുടർന്ന് അഖണ്ഡ ബൈബിൾ പാരായണം വൈകിട്ട് 7 മണി വരെ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലിൻഡോ കോനിക്കര OFM കാർമ്മികനാകും. രാവിലെ 11 മണിക്ക് ക്ലോത്ത് ബാങ്ക് ഉദ്ഘാടനം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി നിർവഹിക്കും. ശ്രാദ്ധദിനമായ ഒക്ടോബർ 13 ഞായറാഴ്ച തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺജോസ് കോനിക്കര ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പറപ്പൂർ പദയാത്ര രാവിലെ 5:15 പറപ്പൂർ സെന്റ് ജോൺ നെമ്പുൻസ്യൻ ഫൊറോണ പള്ളിയങ്കണത്തിൽ നിന്നും കിഴക്കുനിന്ന് വരുന്ന പദയാത്ര മരത്തംകോട് മേരിമാത പള്ളിയങ്കണത്തിൽ നിന്നും പടിഞ്ഞാറ് നിന്ന് വരുന്ന പദയാത്ര കുന്നംകുളം സെന്റ് ജോർജ് ആശ്രമ ദൈവാലയങ്കണത്തിൽ നിന്നും വടക്കുനിന്ന് വരുന്ന പദയാത്ര പാറമ്പാടം സെന്റ് ആന്റണീസ് പള്ളിയങ്കണത്തിൽ നിന്നും രാവിലെ 9 മണിക്കും ആരംഭിച്ച് 10:15 ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയങ്കണത്തിൽ എത്തിച്ചേരും.
തുടർന്ന് 10:30 നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് പാലക്കാട് രൂപത മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യകാർമ്മികനാകും. തുടർന്ന് കബറിടത്തിൽ പുഷ്പാർച്ചന, ശ്രാദ്ധഊട്ട്, നവജാത ശിശുക്കൾക്ക് ചോറൂണ്, ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ, കൈക്കാരൻ ടാബു സിയൽ, MK പോൾ, MV ഡൊമിനിക്, PV ജോജി, TO തോമസ്, ജോഫി MJ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സർഗലയം കലാമേളയ്ക്ക് തുടക്കമായി. PTA പ്രസിഡന്റ് ബഷീർ ഒറ്റയ്ക്കത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ MPTA പ്രസിഡന്റ് ഫൗസിയ ഫിറോസ്, അധ്യാപകരായ സിജു ജോൺ, ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ T ജിഹാദ് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് AK സരസ്വതി നന്ദിയും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ഭരണപക്ഷ MLA ആയിരുന്ന PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി, പഞ്ചായത്ത് മെമ്പർ MC ബൈജു, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നജീബ് കൊമ്പത്തയിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, വിനോദിനി മങ്ങാട്, അമൃത ഷിജു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. MM നിഷാദ്, ഫൈസൽ ചിറ്റണ്ട, കണ്ണൻ കുട്ടഞ്ചേരി, AU മനാഫ്, സാംജി ചിറ്റണ്ട, അഷ്റഫ് ചിറ്റണ്ട, ഷിയാസ് ചിറ്റണ്ട എന്നിവർ സംസാരിച്ചു. ക്ഷേത്രങ്ങളിൽ ഭക്തി പുരസരം ആയില്യപൂജ. മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കും സർപ്പദോഷ പരിഹാരത്തിനും നാഗപ്രീതിക്കുമായി ഭക്തർ ക്ഷേത്ര സന്നിധിയിലെത്തി. പാലും നൂറും നൽകൽ, അഭിഷേകങ്ങൾ, നിവേദ്യങ്ങൾ എന്നിവയും നടന്നു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ മേൽശാന്തി കണ്ടിരകത്ത് ഭാസ്കരൻ തിരുമേനി മുഖ്യകാർമ്മികത്വം വഹിച്ചു. പ്രസാദ വിതരണവും അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ ശശി വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, സേതു തിരുവെങ്കിടം, ബാലൻ വാറനാട്ട്, ഹരി കൂടത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കൊടുങ്ങല്ലൂർ സന്തോഷ്, മേൽശാന്തി ബൈജു എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ആയില്യപൂജ, നാഗപൂജ, പാലും നൂറും, സർപ്പബലി, സർപ്പസൂക്ത പുഷ്പാഞ്ജലി എന്നിവ ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും പാളയിൽ കഞ്ഞിയും പുഴുക്കും നൽകി. ഭാരവാഹികളായ കുന്നത്ത് സുബ്രഹ്മണ്യൻ, AK വേദുരാജ്, RK പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. പോർക്കളങ്ങാട് ശ്രീമണികണ്ഠ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും സർപ്പപൂജയും ക്ഷേത്രം തന്ത്രി തേലമ്പറ്റ മനയ്ക്കൽ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു. 500ഓളം ഭക്തർ സന്നിഹിതരായ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ജിതിൻ രാജ്, സെക്രട്ടറി അഭിജിത്ത്, ജോയിന്റ് സെക്രട്ടറി സായൂജ്, വൈസ് പ്രസിഡന്റ് വിഘ്നേഷ്, ട്രഷറർ നിവേദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സനീഷ്, സുരേഷ്, കീഴ്ശാന്തി മധു മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ അഷ്ടനാഗങ്ങൾക്ക് മഞ്ഞളാടൽ, നൂറുംപാലും, പാൽപ്പായസം, നാഗപൂജ എന്നിവ ഉണ്ടായിരുന്നു. പ്രശസ്ത നാദസ്വര കലാകാരൻ സിവിൻ ചുവലൂർപ്പടിയുടെ നാദസ്വര കീർത്തനം ചടങ്ങിനെ മാറ്റുകൂട്ടി. ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിൽ പാലും നൂറും നൽകൽ, അഭിഷേകങ്ങൾ, നിവേദ്യങ്ങൾ എന്നീ പൂജകൾക്കും ക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ ദർശനം നടത്താനും വലിയ തിരക്കാണ് ദൃശ്യമായത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പ്രസിഡന്റ് TK ശിവരാമൻ, സെക്രട്ടറി സുജീഷ് അരുവാത്തൊട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ മേൽശാന്തി അനീഷ് കൈലാസം ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. നാഗങ്ങൾക്ക് പാലും നൂറും നൽകാൻ നിരവധി ഭക്തർ എത്തി. സമിതി സെക്രട്ടറി രാജു മാരാത്ത്, പ്രസിഡന്റ് M രാമകൃഷ്ണൻ, കോമരം വാസുദേവൻ, നമ്പീശൻ വാസുദേവൻ, സുമോദ്, വിജയൻ തച്ചംകോട്ട് എന്നിവർ നേതൃത്വം നൽകി. മറ്റം കാർലി വടക്കുംപാട്ട് മന നാഗശിവക്ഷേത്രത്തിൽ വടക്കുംപാട്ട് ഗോവിന്ദൻ നമ്പൂതിരി, പശുപതി നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നത്. പാലും നൂറും സമർപ്പണം, പായസഹോമം, വിശേഷ സർപ്പപൂജ, കദളിപ്പഴവും നെയ്വിളക്കും, നാമോറുപാട്ട്, വിശേഷത്തട്ട് നിവേദ്യം എന്നിവ നടന്നു. ക്ഷേത്രത്തിലും മനയിലെ പാമ്പുങ്കാവിലെ നാഗപ്രതിഷ്ഠകളിലും പ്രാർത്ഥനകളും വഴിപാടുകളുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. തുവ്വാനൂർ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി കാലകണ്ഠൻ വിഭീഷിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രിയും ഗുരുവായൂർ മുൻമേൽശാന്തിയുമായ താമറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹത്തോടുകൂടി പ്രധാന വഴിപാടായ ആയില്യപൂജ, പാലും നൂറും, സർപ്പബലി, ഗുളികൻ പൂജ, രാഹുപൂജ എന്നീ പ്രധാന വഴിപാടുകൾ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചുണ്ടൽ, സെക്രട്ടറി CG നിഖിൽ, ഭാരവാഹികളായ ഓമനയമ്മ പുതുശ്ശേരി, ഹരിതാദാസൻ, വിസ്മയ സുനിൽ, ചന്ദ്രൻ കൈപ്പറമ്പ്, ദാസൻ പുത്തൂർ, തങ്കാത്തുവാനൂർ, ബാബുരാജ് കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി.
യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഞായറാഴ്ച കൊടിയേറും. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ കൊടിയേറ്റം നടത്തും. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന യെൽദോ ബാവയുടെ 339 ഓർമ്മ പെരുന്നാളാണ് ഇടവകയിൽ ഒക്ടോബർ 5, 6, ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. പെരുന്നാൾ ദിവസം ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും ഉണ്ടാകും. കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകും. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവരാത്രി മണ്ഡപത്തിൽ രാവിലെ 9:30 മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ സ്മാരക പുരസ്കാരം വയലിൻ വിദ്വാൻ ഗുരുവായൂർ GK രാജാമണിക്ക് സമ്മാനിക്കും. തുടർന്ന് പുരസ്കാര ജേതാവ് വയലിൻ കച്ചേരി നടക്കും. ദിവസവും രാവിലെ 8 മുതൽ നവരാത്രി മണ്ഡപത്തിൽ സംഗീതാർച്ചനയും വൈകിട്ട് നടരാജ മണ്ഡപത്തിൽ നൃത്യങ്ങളും സംഗീത കച്ചേരികളും അരങ്ങേറും. പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ മേൽശാന്തി ശ്രീ രുദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും ഉണ്ടാകും. ഒക്ടോബർ 10 ഗ്രന്ഥം വെപ്പ്, മഹാനവമി ദിവസമായ 12 തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വേദസാര ലളിത സഹസ്രനാമ ലക്ഷാർച്ചന, വിജയദശമി ദിവസമായ 13 എഴുത്തിനിരുത്തൽ എന്നിവ നടക്കും. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, ബോർഡംഗം KK ഗോവിന്ദദാസ്, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം കുന്നംകുളം ഉപജില്ലാതല ക്വിസ് മത്സരം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിജയികളായവർക്ക് കാട്ടക്കമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി ഷാജൻ മാസ്റ്റർ, കുന്നംകുളം ഡെഫ് സ്കൂൾ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ഗേളി ടീച്ചർ എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. AKSTU കുന്നംകുളം ഉപജില്ലാ സെക്രട്ടറി ജയ്മോൻ മാസ്റ്റർ, എലിസബത്ത്, സിമി, ജിംഷ, ജിജി, മണികണ്ഠൻ, രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. LP വിഭാഗത്തിൽ ചെർളയം HCCGUP സ്കൂളിലെ ഹിരൺ VM 1ാം സ്ഥാനവും കേച്ചേരി GLP സ്കൂളിലെ ഹൃദ്യ MS 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ കടങ്ങോട് GUP സ്കൂളിലെ വിദ്യാർത്ഥികളായ ദേവദേവ് OS, അദ്വൈത് R നായർ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിതിൻ രാജ് MR 1ാം സ്ഥാനം, വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരഞ്ജൻ MG 2ാം സ്ഥാനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ധീരജ് R 1ാം സ്ഥാനം, കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ V അക്ഷയ് സുരേഷ് 2ാം സ്ഥാനം എന്നിവർ വിജയികളായി. 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് അടുത്ത മാസം നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാം. CCTV ന്യൂസ് കുന്നംകുളം. ഓൾ കേരള സ്കൂൾ യൂണിയനും ജനയുഗം സഹപാഠിയും ചേർന്ന് നടത്തിയ പൊന്നാനി എടപ്പാൾ സബ് ജില്ലാതല മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK സുബൈർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CP ലീന അധ്യക്ഷത വഹിച്ചു. വിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്തു പുഴക്കര മുഖ്യാതിഥിയായി. CMM UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് VK ശ്രീകാന്ത് അറിവുത്സവം വിശദീകരണം നടത്തി. പ്രധാന അധ്യാപകൻ K നൌഷാദ്, കോർഡിനേറ്റർമാരായ PT ധന്യ, K ഷെബിൽ ഷെരീഫ്, സബ് ജില്ലാ സെക്രട്ടറി T ഡിറ്റോ ഡെന്നി, VK ശ്രീദീപ്, മഫീന, TB ശിവജ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും 1, 2, 3 സ്ഥാനക്കാർക്ക് മൊമന്റോകളും നൽകി. UDF-നോടൊപ്പം ചേർന്ന് LDF സർക്കാരിന്റെയും CPIM-ന്റെയും പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്ന PV അൻവർ MLA-യുടെ നടപടിക്കെതിരെ CPM എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. മങ്ങാട് നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം നെല്ലുവായി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ Dr. VC ബിനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, PT ജോസഫ്, PC അബാൽമണി തുടങ്ങിയവർ സംസാരിച്ചു. NP അജയൻ, KK യോഗേഷ്, KG ശശി, PK രമേശ്, PA ബൈജു, നകുല പ്രമോദ്, ഷീബ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ UP വിഭാഗത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ക്ലർക്ക് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒഴിവുകളുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 30 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്ന് HM ഇൻചാർജ് ഷീന P. ശങ്കർ അറിയിച്ചു.
ജനയുഗം സഹപാഠി അറിവുത്സവം ഉപജില്ലാതല ക്വിസ് മത്സരം ഗുരുവായൂർ GUP സ്കൂളിൽ നടന്നു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, മഹിളാ സംഘം പ്രസിഡന്റ് ഗീതാരാജൻ, കൺവീനർ വിജോ വില്യംസ്, അധ്യാപകരായ ജിയോ ജോർജ്, വിനീഷ് ജോയ്സ്, T. ഭാസ്കരൻ, VM മനോജ്, ബിജു കണ്ടംപുള്ളി, UG ജിഷിൽ എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം ഉപജില്ലാ വോളിബോൾ മത്സരത്തിൽ പെരുമ്പിലാവ് TMVHS സ്കൂളിന് കിരീടം. വേലൂർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ജൂനിയർ ബോയ്സ് വിഭാഗം മത്സരത്തിൽ കോൺകോഡ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് പെരുമ്പിലാവ് TM ചാമ്പ്യന്മാരായത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം ചെറുവത്താണി മൂത്താട്ട് മാക്കോത മകൻ സുധാകരൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. റിട്ടയേർഡ് സൂപ്രണ്ട് ഇറിഗേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. പാറുക്കുട്ടി ഭാര്യയാണ്. ബിജു, ബിനു എന്നിവർ മക്കളാണ്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പനക്കൽ കുഞ്ഞിമോൾ എന്ന ശോശാമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം YWCA പ്രസിഡന്റും സെക്രട്ടറിയുമായി 30 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. പരേതനായ ജെയിംസ് ആണ് ഭർത്താവ്. റെജി, രഞ്ജിത്ത്, പരേതനായ റെനി എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മൈമൂനയുടെ ഭർത്താവ് പത്തുകണ്ടത്തിൽ ഹാലിക് നിര്യാതനായി. 58 വയസ്സായിരുന്നു. ഖബറടക്കം ചമ്മന്നൂർ പള്ളി ഖബറിസ്ഥാനിൽ നടന്നു. സബിത, ബേബി, സുമീന, ആസിഫ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൈരളി ക്ലബിന് സമീപം പരേതനായ തരകൻ ദേവസിയുടെ ഭാര്യ ശോശാമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. ജോസ്ഫീന, പ്രസന്ന, ലിസി, ജോയി, ജോളി, ജിസ എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3-ന് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്നെത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് പിടികൂടി. പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി പാലമൂട്ടിൽ മേലേതിൽ വീട്ടിൽ 29 വയസ്സുള്ള ഷാഹുൽ ഹമീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം. വ്യത്യസ്ത സംഭവങ്ങളിലായി 2 പേർ കുന്നംകുളത്ത് പിടിയിൽ. പുന്നിയൂർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിൽ, ചിറനെല്ലൂർ കോന്നിക്കര വീട്ടിൽ 42 വയസ്സുള്ള സെബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ശ്രീജിൽ പെൺകുട്ടിയെ കലശമലയിലെത്തിച്ച് പീഡിപ്പിച്ചതായി കേസ്. സംഭവം പുറത്തറിഞ്ഞത് സ്കൂൾ അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന്. കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ അത്ലറ്റിക് മീറ്റ് സമാപനത്തിലേക്ക്. പോയിന്റ് നിലയിൽ തൃശൂർ വിമല കോളേജിന് ആധിപത്യം. 2ാം സ്ഥാനത്ത് തൃശൂർ ആൻഡോസ് അത്ലറ്റിക് അക്കാദമിയും 3ാമത് കരിക്കാട് അല്ലമീൻ സ്കൂളും. ഞായറാഴ്ച വൈകിട്ട് മേളയ്ക്ക് കൊടിയിറങ്ങും. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള കേച്ചേരി വടക്കാഞ്ചേരി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. കേച്ചേരി ജംഗ്ഷൻ മുതൽ സിറ്റി സെന്റർ ഓഡിറ്റോറിയം വരെയുള്ള 300 മീറ്റർ റോഡിലാണ് കട്ട വിരിക്കുന്ന പ്രവൃത്തി നടത്തുന്നത്. കട്ട വിരിക്കുന്നതിന് മുമ്പ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും കാന നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കഥാകൃത്ത് സലിം ഇന്ത്യ രംഗത്ത്. ക്ഷേത്രങ്ങളിൽ ഭക്തിപുരസരം ആയില്യപൂജ. മംഗല്യഭാഗ്യത്തിനും സന്താന ലബ്ധിക്കും സർപ്പദോഷ പരിഹാരത്തിനും നാഗപ്രീതിക്കുമായി ഭക്തർ ക്ഷേത്ര സന്നിധിയിലെത്തി. പാലുനൂറും നൽകൽ, അഭിഷേകങ്ങൾ, നിവേദ്യങ്ങൾ എന്നിവയും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.